എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുദിന അനുഗ്രഹ പ്രാർത്ഥന ആരംഭിക്കുന്നു. കർത്താവ് എന്തുമാത്രം മനുഷ്യരാണെന്നറിയോ ഇതുവഴി അനുഗ്രഹിക്കണത്. തന്നെയല്ല മക്കളെ, നമ്മൾ ഒരു പ്രാർത്ഥനയിൽ രാവിലെ പങ്കെടുത്തുകൊണ്ട് അന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ വിഷയങ്ങളെ കർത്താവിൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രതിഷ്ഠിച്ച് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ജീവിക്കാൻ എന്ത് സുഖമാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ദാനമായിട്ട് കരുതണം. കർത്താവെ, ശിരസ് നമിച്ച് അങ്ങയുടെ ദിവസത്തിന് നിൽക്കുന്ന മക്കളുടെ മേൽ നിൻ്റെ പീഡാനുഭവത്തെ ഓർത്തുകൊണ്ട് കരുണ തോന്നണമേ, അലിപ്പ് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ ഹൃദയം തുറന്നുകൊണ്ട് കരുണ അങ്ങയുടെ മക്കളേക്ക് വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പലരും കർത്താവ് ജീവിതത്തിൽ തെറ്റിപ്പോയിട്ടുണ്ട്, അങ്ങേ മറന്ന് ജീവിച്ചിട്ടുണ്ട്, അങ്ങേ അറിഞ്ഞിട്ടും അറിയാത്ത രീതി അഭിനയിച്ചുകൊണ്ട് സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി അങ്ങേ തള്ളിപ്പറം ജീവിച്ചിട്ടുണ്ട്. നോൻപുകാലത്ത് മാപ്പ് ചോദിക്കുന്ന കർത്താവ്, ഇനി ഞങ്ങളുടെ ജീവിതകാലത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ തീർച്ചയായിട്ടും കർത്താവ് ഞങ്ങൾ നിൻ്റെ സഹിത്വം ചേർന്ന് സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിച്ചു കൊള്ളാവുന്ന പരിശുദ്ധമ്മയുടെ മാധ്യത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സകല പുണ്യാളന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അങ്ങയുടെ ദിവസത്തിന് പ്രതിജ്ഞ ചെയ്യുന്ന കർത്താവ്, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രമുണ്ടാകട്ടെ. കർത്താവ്, പലതരത്തിൽ വിഷമിക്കുന്നവരുണ്ട്. ഇന്ന് യാത്ര ചെയ്യുന്നവരെ മുഴുവനെ അങ്ങേക്ക് ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓഫീസുകൾ, കോളേജുകൾ, സ്കൂളുകൾ, പരീക്ഷാ ഹാളുകൾ സന്ദർശിക്കുന്ന അവിടെ പോകുന്ന എല്ലാ മക്കളെയും, പരീക്ഷ എഴുതുന്ന മക്കളെ എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൃത്യമായി ഓർമ്മശക്തി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിച്ച് പരീക്ഷയെ പ്രതിഫലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ചോദിക്കാമെന്ന് അറിയത്തില്ല, എങ്കിലും ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർ പഠിച്ചത് തന്നെ പരീക്ഷയ്ക്ക് വരാൻ ഇടയാക്കണമേ. അതുപോലെ അതിന് പഠനത്തിൽ അല്പം പുറകെയായിപ്പോയ മക്കളെ അതുവഴി നീ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇനി അവർക്കൊരു പരീക്ഷ പഠിക്കാനൊരു അവസരം കിട്ടിയാൽ അവർ ഇന്നത്തെ പോലെ ഉഴപ്പത്തിൽ നല്ലപോലെ പഠിച്ചോളാമെന്ന് അങ്ങയോട് പറയുന്ന അനേകം മക്കൾ പശ്ചാത്താപത്തെ പരീക്ഷയ്ക്ക് പോകുന്നുണ്ട്. ഇനി എല്ലാം കർത്താവ് നിൻ്റെ കൈകളിലാണ്. അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഓരോ മക്കളെയും ഞങ്ങൾ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. അതുപോലെ ജോലിക്ക് പോകുന്നവർ ആശീർവദിക്കുന്നു. ജോലിയിൽ ആവശ്യമായ ശമ്പളം കിട്ടാത്തവരുണ്ട്. ജോലി ടെർമിനേറ്റ് ചെയ്യണോ, എഴുതി കൊടുക്കണോ, ടെർമിനേഷൻ പേപ്പർ കൊടുക്കണോ, പേപ്പർ ഇടണോ വേണ്ടേ എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം കൃത്യമായി തീരുമാനം എടുക്കാനും കർത്താവെ, അവർക്ക് അതിനേക്കാൾ ബെറ്ററായി ജോലി കിട്ടുമെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ആരുടെയും സമ്മർദ്ദം അകപ്പെട്ട് കർത്താവ് ജോലി നഷ്ടപ്പെടാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഗർഭിണികളായ അമ്മമാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും തകരാറുകളോ, ഗർഭസ്ഥ ശിശുവിന് ഹൃദയത്തിന് ഹോളുകളോ, ഓട്ടിസത്തിൻ്റെ സൂചനകളോ, വളർച്ചക്കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ്, സ്പോട്ടിംഗ് ഒക്കെ വന്ന് പോയിട്ടുള്ള ഗർഭാപോഷന് വേണ്ടി പറഞ്ഞിട്ടുള്ളവർ സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അമ്മ പരിശുദ്ധ അമ്മ കൃപാസനത്തിന് അൽത്താറിൽ അവിടുന്ന് ചെന്ന് അമ്മ അവരെ സ്പർശിച്ചിട്ട് അവർക്ക് അതിൽ നിന്ന് കർത്താവ് സന്ധിപ്പ് കൊടുക്കണം, സൗഖ്യം കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഓപ്പറേഷൻ വിധേയമാകുന്ന പേഷ്യൻസ് ഉണ്ട് കർത്താവ്. കരൾ രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്, ഹൃദയ രോഗികളുണ്ട്, ശിരസ്സിന് മുഴകളുള്ളവരുണ്ട്, ഞരമ്പുകൾ സിസ്റ്റുകളുള്ളവരുണ്ട്, PCOD രോഗികളുണ്ട്, പിസ്റ്റുല രോഗികളുണ്ട് കർത്താവ്, നടുവേദനക്കാരുണ്ട്. അവരെല്ലാം നീ സ്പർശിക്കണം. എൻ്റെ കർത്താവ്, വിവാഹം ഒത്തുവരാത്തവർ കർത്താവ്, പുരുഷന്മാർ അനേകം മക്കൾ കർത്താവ് വിവാഹം ജീവിതപങ്കാളെ കിട്ടാതെ വിഷമിച്ച് വേദനിച്ച് ജീവിക്കുന്നതിന് കർത്താവ്, അവരൊക്കെ എല്ലാ അനുരൂപ ജീവിത പങ്കാളികൾ നൽകിക്കൊണ്ട് കർത്താവെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജീവിത മാർഗങ്ങളിൽ നഷ്ടപ്പെട്ടവർ, വസ്തു വിൽക്കാനുള്ളവർ, വസ്തു എടുക്കാനുള്ളവർ, വീട് സ്ഥലം നഷ്ടപ്പെട്ടവർ, വീട് സ്ഥലം പുതുതായിട്ട് എടുക്കാനുള്ളവർ, കടങ്ങൾ പരിഹരിക്കാനുള്ളവർ, കർത്താവ് ലേലം, ചിട്ടി, ഇങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക വിഷയങ്ങൾക്ക് കർത്താവ് അനുകൂലമായ തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാം നിലനിൽപ്പിനായി പ്രാർത്ഥിക്കുന്നു. അന്നു വേണ്ട ആഹാരം എന്നുള്ള വലിയ കാര്യം അങ്ങ് സ്വർഗ്ഗസ്ഥനായ പിതാവ് പറഞ്ഞതുപോലെ അതിന് വേണ്ട ആഹാരവുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ഭൗതിക കാര്യങ്ങളെ കർത്താവ് അങ്ങ് സന്ധിക്കണമേ, ക്രമീകരിക്കണമെന്ന്, നിയന്ത്രിക്കണമെന്ന് കർത്താവ് അങ്ങ് നിൻ്റെ നിശ്ചയം അനുസരിച്ച് നടത്തുന്നത് അവർക്ക് ഗുണകരമായി മാറുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായി. അത് ഉൾക്കൊള്ളാനുള്ള കൃപ അവർക്ക് നൽകണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ യാത്രയെയും നിങ്ങളുടെ തിരിച്ചു വരവിനെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി
മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റെസിപ്രോക്കൽ വേർഡ് എന്നും പറഞ്ഞ് നമുക്ക് ബൈബിളിൽ കുറേ തരം വാക്കുണ്ട്. ബൈബിളിലെ വചനങ്ങളിൽ ഇങ്ങനെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കീ വേർഡ് എന്ന് പറയും, താക്കോൽ വചനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു വചനം ഒരു താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ പല മുറികൾ തുറക്കാവുന്ന. ഇപ്പോൾ ഒരു ഹോളിൻ്റെ അകത്ത് കുറേ മുറികളുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഹോളിൻ്റെ താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മുറികളിലേക്കും കയറാൻ പറ്റും. അതുപോലെയുള്ള കീ വേർഡുകളുണ്ട്. ഒരു വചനത്തിൻ്റെ ഓപ്പൺസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പല പല വിഷയങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും. ഇനി മദർ വേർഡുണ്ട് ബൈബിളിൽ. മദർ വേർഡ് എന്ന് വെച്ചാൽ അമ്മ വചനങ്ങൾ. ചില വചനങ്ങൾ അമ്മ എന്താ ബ്രീഡ് ചെയ്യും അല്ലേ, ബ്രീഡിങ് വേർഡൊക്കെ ഉണ്ട്. ഒരു വചനത്തിൽ നിന്ന് പല വചനങ്ങൾ ഇങ്ങനെ അതിനോട് ബന്ധപ്പെട്ട് അതിൻ്റെ മക്കളായിട്ട് ഇങ്ങനെ ഉള്ള സാധർമ്യമുള്ള വചനങ്ങളുണ്ട്. അപ്പോൾ ഒരു വചനം വരുമ്പോൾ പരിശുദ്ധാത്മാവ് വേറൊരു വചനം എടുത്ത് നമുക്ക്. ഇപ്പം നമ്മൾ അലോകിരിതം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട വേറെ വീഡിയോ വരും. എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് വചനം എഴുതിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് ഒരു വചനം പറയുമ്പോൾ അതിൻ്റെ സിസ്റ്റർ വചനവും അതിൻ്റെ സൺ വചനവും ഒക്കെ നമുക്ക് കർത്താവ് തരും. അപ്പോൾ അതിനാണ് മദർ വേർഡ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ആണ് ഷാഡോ വേർഡ് എന്ന് പറയും. ഷാഡോ വേർഡ് എന്ന് വെച്ചാൽ ഒരു വസ്തു വേർഡ് പറഞ്ഞാൽ അതിൻ്റെ ഷാഡോ വേർഡ് ഉണ്ടാകും. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയണേ. അതായത് ഇപ്പോൾ കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, കർത്താവ് പറഞ്ഞ ഏറ്റവും വലിയ പതിവല്ലേ. അപ്പോൾ അതിൻ്റെ ഷാഡോ വേർഡ് എന്താണ് ശരിക്കും പറഞ്ഞാൽ? അത് വസ്തു വേർഡാണ്. അപ്പോൾ അതിൻ്റെ ഷാഡോ വേർഡ് നിഴൽ വചനം എന്താണ്? കർത്താവിൻ്റെ മനസ്സ് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. കർത്താവ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു ഷാഡോ ഉണ്ടാവും, റെസിപ്രോക്കലായിട്ടുള്ള. ഇപ്പം എന്താണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ കർത്താവിൻ്റെ അടിമനസ്സുണ്ട്. എന്താണ്, നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകണം. അതാണ് വിഷയം. അല്ലാതെ ഏകപക്ഷീയമായിട്ട് അപ്പം നമ്മൾ തോന്നി മാസത്തിൽ ഇപ്പം നോൻപ് കാലമായതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറയണമെന്ന് തോന്നുന്നു. നിങ്ങൾ വിചാരിക്കണം നോൻപ് കാലം എന്തിനാണ് വെച്ചിരിക്കണത്? എന്തിനാണ്? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകുന്ന കാലമാണ് നോൻപ് കാലം. എല്ലാ കാലത്തും കർത്താവിൻ്റെ കൂടെ നമ്മളുണ്ട്, അതല്ല. അതിനു വേണ്ടി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണ്ടേ? നോൻപിന് പരിശോധിക്കേണ്ട വിഷയമാണത്. എന്താണ്? കാലത്തിൻ്റെ അവസാനം വരെ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. മത്തായി 28:20. മത്തായി 28:20. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം അത് കർത്താവിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള പ്രസ്താവനയാണ്, നമുക്ക് നൽകുന്ന ആശംസയാണ്. പക്ഷേ അതിൻ്റെ ഷാഡോ വേർഡ് എന്താണ്? നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, കുറ്റമറ്റവനായിരിക്കണം. അതാട്ടെ ദി വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 17:1. എന്താണ്? അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അതാണ് വിഷയം. ദൈവത്തിന്റെ മനസ്സതാണ്. അപ്പോൾ ബോധവും ബുദ്ധിയും പരിശുദ്ധം നയിക്കപ്പെടുന്നതിന് അറിയണം. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. അതില്ലേ ജോഷുവ 1:9.
നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ദൈവത്തിന്റെ ഒരു മനസ്സാണത്. അപ്പം അതിൻ്റെ അകത്തുള്ള ഇപ്പം ഈശോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഡിമാൻഡ് ചെയ്താൽ, ഈശോ എന്തെങ്കിലും നമുക്കൊരു പ്രോമിസ് ചെയ്താൽ ഒരു ഡിമാൻഡ് ഉറപ്പാണ്. നമുക്കൊരു വാഗ്ദാനം തന്നാൽ കർത്താവ് ഒരു നിബന്ധനയും തരും. വേർഡ് ഓഫ് ഗോഡ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ്? ഞാൻ നിങ്ങളോട് കരുണ കാണിക്കും. പക്ഷെ എന്താ പ്രശ്നം? ഞാൻ കരുണയുള്ളവരായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരാ. അതുമായിട്ട് ആ വചനം എടുത്തേ, ലൂക്ക 6:36. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. അതായത് ദൈവം ഒരു വാഗ്ദാനം നമുക്ക് നൽകിയാൽ ദൈവം നമ്മളിൽ നിന്ന് അതേ രീതിയിലുള്ള അതേ വോളിയമുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവം കണക്കിലെടുക്കുന്നുണ്ടെന്ന് അറിയണം. അല്ലാതെ അതാണ് ഇപ്പോൾ തന്നെ ബി പെർഫെക്റ്റ് 5:48 മത്തായിയുടെ സുവിശേഷം. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഇപ്പൊ ഏകപക്ഷികമായ അനുഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാം നമ്മളിൽ നിന്ന് പേയ്മെന്റ് ഉള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അടച്ചത് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ദൈവം എവിടെ പോയാലും നമ്മളും ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവം ചിലപ്പോൾ കുരിശെടുക്കും, ദൈവം ചിലപ്പോൾ കാൽവരിയിലേക്ക് പോകും. അപ്പം നമ്മളും കൂടെ പോകണം. അപ്പം ഞാൻ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മഹത്വം മാത്രം മതിയെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഉദ്ധാനത്തിലേക്ക് മാത്രമേ ഉള്ളൂ, ദൈവം കുരിശിൻ്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. ചിലപ്പോൾ രോഗത്തിൻ്റെ ഒരു കാലം വരും, ചിലപ്പോൾ തള്ളിപ്പറച്ചതിൻ്റെ ഒരു കാലം ഉണ്ടാകും, ചിലപ്പോൾ നമുക്ക് ഒറ്റ കൊടുക്കേണ്ട കാലം ഉണ്ടാകും. അപ്പോൾ എൻ്റെ ദൈവം കടന്നു പോകുന്ന അതിൻ്റെ വഴികളിലൂടെയാണ് ഞാൻ കടന്നു പോകണമെന്ന് മനസ്സിലാക്കണം. നോൻപ് കാലത്തും പീഡാനുഭവ കാലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എവിടെ പോയാലും ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കുന്നത്. യോശുവ 1:9 പറഞ്ഞതിൻ്റെ അർത്ഥം എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന പോലെ ഞാൻ എവിടെ പോയാലും നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്നാണ്. അതാണ് ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോൻപ് കാലം എന്ന് പറയണത് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അതിനേക്കാളുപരി നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടോ? ഏത് കാലാവസ്ഥയിലും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകാൻ വേണ്ടി വിശ്വസ്തതയും പ്രത്യാശയും നമുക്ക് വേണം. നോൻപ് ഇതുപോലെയുള്ള പുണ്യങ്ങൾ ആർജിക്കേണ്ട ഒരു കാലമായി മാറട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് ഉടമ്പടി എടുത്തവർക്ക് ഡബിൾ പദവിയാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെയും നോൻപിൻ്റെ ഒരു കൃപ, അതിനുള്ളിൽ സുവിശേഷ സാക്ഷ്യത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉടമ്പടിയുടെ വേറെ ഒരു ജീവിതം. ഈ നോൻപ് ജീവിതവും ഉടമ്പടി ജീവിതവും തമ്മിൽ ഭയങ്കരമായിട്ട് നമ്മൾ എംപവർ ചെയ്യിക്കും. നമുക്ക് ഈ പവർ ഇല്ലാണ്ട് ഒരു സീറോ പവറായി പോകും ചില സമയത്ത്. ജീവിതത്തിൽ സീറോ പവറായി കഴിയുമ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേ ഈ അനിത ടോമി എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അനിത ടോമിയുടെ സാക്ഷ്യങ്ങളെന്ന് പറയുന്നത്, അനിത ടോമിയുടെ വിഷയം ഒരു വല്ലാത്ത കുടുംബ പ്രശ്നമാണ്. കുടുംബ പ്രശ്നത്തെ അവർ അനാവരണം ചെയ്തില്ല, നല്ല കാര്യം. നമുക്ക് അവരുടെ സ്വകാര്യ വിഷയം നമുക്ക് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അവർ ആ ഒരു സ്വകാര്യ പ്രശ്നം അവരുടെ മനസ്സിലുണ്ടാക്കിയ ആഘാതം ഭയങ്കര ആഴമുള്ളതാണ്. കാര്യം അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, വൈരാഗ്യം ഉണ്ടായി, വെറുപ്പുണ്ടായി, ഒറ്റപ്പെട്ട് കുടുംബത്തിലുള്ളവർ തന്നെയാണ്. അപ്പോൾ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് അതിനുള്ളിൽ അവർ പ്രഗ്നൻറ്റുമായി. അതിൻ്റെ ഇമ്പാക്റ്റ് കാരണം ബ്ലീഡിങ്ങുമായി. ഭയങ്കരമായ ഒരു സ്ത്രീ കടന്നു പോകുന്ന ഒരു ഭയങ്കര നമുക്ക് താങ്ങാനാവാത്ത ഒരു മാനസിക ഭാരങ്ങളാണ്. ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അവളോട്
ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ ഈ സൈക്കോസോമ ഡിസീസ് പോലെ വരണതാണ്. മനസ്സിനുണ്ടാകുന്ന പിരിമുറുക്കവും ആഘാതവും ഭാരവും ആണ് ബോഡിയെ ബാധിച്ചിട്ട് അത് പിന്നെ ബ്ലീഡിങ് ആയിട്ട് വരുന്നു. അതുകൊണ്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതല്ലാണെന്ന്, ഒരു ക്ലിനിക്കൽ കൗൺസിലിംഗ് ആവശ്യമാണെന്ന് പറഞ്ഞു. കാര്യം ഉറക്കമില്ല, ആളിന് ഡിപ്രഷനായിപ്പോയി. ഉറക്കമില്ലാണ്ട് വന്ന് ഡിപ്രഷനായി കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമ്മൾ ആശുപത്രി ചെല്ലുമ്പോൾ അവർ നമുക്ക് ഒരു ഹെൽപ്പ് തരും. ക്ലിനിക്കൽ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിൻ്റെ ഒരു കൗൺസിലിംഗ് ഇതൊക്കെ തരും. നമ്മളെ എംപവർ ചെയ്യണം അവരുടെ ഉദ്ദേശം. അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയുള്ള ഉത്തേജകമായ ഉപദേശങ്ങളും ചിലപ്പോൾ മരുന്ന് തരും. അങ്ങനൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് ഇവർ പോവുകയാണ്. അതിനുശേഷം ഈ കൗൺസിലർ പറഞ്ഞു, നിങ്ങളെ കാണിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കാട്രിനെ കാണിക്കേണ്ടത്, ഒരു മനോരോഗ വിദഗ്ധനെ കാണിക്കണമെന്ന് പറഞ്ഞു. മാനസികമായ ഉപദേശകനേക്കാൾ ഉപരി ഒരു മനോരോഗ വിദഗ്ധൻ. അത്ര കണ്ട് ഇവൾ ഡിപ്രസ്ഡായി പോയായിരുന്നു. മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളെ ഇപ്പം എനിക്കോ നിങ്ങൾക്കൊക്കെ ഇത് വരാം. പ്രത്യേകിച്ച് മലയാളത്തിൽ ഇത് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. തമിഴ്നാട്ടുകാരന് അധികം വരിക, അത്രയും വരത്തില്ല. തെലുങ്കുകാരന് അവരൊക്കെ കെയർലെസ് ആയിട്ട് ആവശ്യമില്ലാത്ത ബേബി കെയറൊന്നും കൊടുക്കണില്ല എല്ലാവരെയും. നമ്മൾ ആവശ്യമില്ലാത്ത എന്തൊരു ബേബി കെയറാണ്. അത് കാരണം ഇങ്ങനെ സ്പൂൺ ബേബിയായിട്ട് ബിസ്ക്കറ്റ് ബേബിയായിട്ട് ജനിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ കടന്ന് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരണില്ലേ? അത് ആവശ്യമില്ലാത്ത ഒത്തിരി കെയറുകൾ കിട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ബിസ്ക്കറ്റ് ബേബിയായി പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പോൾ ഇവരുടെ വിഷയം കണ്ടില്ലേ, ഇവരുടെ വിഷയം വളരെ സീരിയസാണ്. അപ്പോൾ ഇവരോട് പറഞ്ഞത് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പറഞ്ഞു. സൈക്കാട്രി അവർ കണ്ടു. അങ്ങനെ അദ്ദേഹം കുറച്ച് മരുന്നിനൊക്കെ കുറിച്ച് കൊടുത്തു. അപ്പോൾ ഉറങ്ങാനുള്ള മരുന്നുകളും മറ്റു തരത്തിലുള്ള ഹോർമോൺ ഉത്തേജകമായിട്ടുള്ള മരുന്നുകളൊക്കെ കുറിച്ച് കൊടുക്കും. അപ്പോൾ കുറച്ച് ബലം കിട്ടും. പക്ഷേ ഇഷ്യൂ പോകത്തില്ലല്ലോ. നമ്മുടെ മനസ്സിനെ ആഘാതമാക്കിയ സബ്ജക്റ്റ് വൈസ് അവിടെ ഹീലിംഗ് ഉണ്ടാകാൻ വലിയ പാടാണ്. അതൊരു ടൈം കഴിയുമ്പോൾ മറന്നും പുറത്തും മാറി താമസിച്ചും ഒക്കെ ഇങ്ങനെ കുറച്ച് സബ്സൈഡ് ചെയ്ത് പോകുന്നല്ലാതെ ആ ഇഷ്യൂ അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കാനുള്ള സാധ്യത, രോഗകാരണങ്ങൾ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഇവളാണെങ്കിൽ ശരിക്കും ഒരുങ്ങി ഡിപ്രസ്ഡായിട്ട് ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു സീറോയിലേക്ക് വരികയാണ്. സീറോയിലോട്ട് പറഞ്ഞത് കാര്യം വെച്ചാൽ മാനസികാവസ്ഥ വളരെ മോശമായി. ഇപ്പം നമ്മൾ കീഴടങ്ങി കൊടുക്കത്തില്ലേ, കീഴടങ്ങി കൊടുക്കും. ചിലർ രോഗത്തിന് കീഴടങ്ങി കൊടുക്കും. പട്ടാളക്കാർ യുദ്ധം തോക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വെള്ളക്കൊടി വീശും, അല്ലെങ്കിൽ കൈ ഉയർത്തി കാണിക്കും. അപ്പോൾ ശത്രുക്കൾ വന്ന് നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് വല്ല തുറുങ്കിലും അടക്കും. ചിലപ്പോൾ അവിടെ കിടന്ന് ചത്തുപോയതും വരും. ചിലപ്പോൾ യുദ്ധം കഴിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാരെ ഏൽപ്പിക്കുന്ന സമയത്ത് ജീവനുള്ളവർ തിരിച്ച് ഏൽപ്പിച്ചതും വരും. എന്നാലും ഒരു തോറ്റ് കൊടുക്കുന്ന ഒരവസ്ഥ വന്നു. നമ്മൾ തന്നെ തോറ്റ് കൊടുക്കുന്ന അവസ്ഥ. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ട എന്ന് വിചാരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നമുണ്ടായത്, ഇതിൻ്റെ മാസം തികയാതെ പ്രസവിക്കും, 7-ാം മാസം പ്രസവിക്കും. അതൊന്നും അനിത ടോബിനെ അധികം ചെയ്യണില്ല. കാര്യം മനസ്സ് വളരെയേറെ ഡിപ്രസ്ഡായിട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഒത്തിരിയേറെ ആശങ്കകളോ സന്തോഷമോ അങ്ങനെയൊന്നും ഇല്ല. അതാണ് ഡിപ്രഷൻ എന്ന് പറയണത്. അപ്പോൾ ഇതിങ്ങനെ ഒരു മാനസികാവസ്ഥ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ
അവർക്ക് അവരുടെ തൊണ്ടയുടെ കയ്യിൽ തൊണ്ട വാ പൊളിച്ചപ്പോൾ 2 കുരുക്കൾ. അപ്പോൾ അതിനെ പക്ഷേ ലീസ്റ്റ് കോൺഷ്യസ് ആണ് ഇവള്. ആ സംഭവം നേരത്തെ ഉള്ളതാണ്, 2-3 ആഴ്ചയായിട്ട് ഈ കുരുക്കൾ തൊണ്ടയിലുള്ളതാണ്. പക്ഷേ ഇവർ ലീസ്റ്റ് കോൺഷ്യസ് ആണ്. അതിൽ അവർ അഡ്രസ്സ് ചെയ്യണില്ല, ആ വിഷയം അഡ്രസ്സ് ചെയ്യണില്ല. പക്ഷേ എങ്കിലും ആശുപത്രി ചെന്നപ്പോഴേ ഇപ്പം കുറച്ച് സമയം കിട്ടിയപ്പോൾ അവർ വന്നത് ഇവിടെ ഈ എൻഡോക്രൈമിലെ ഏറ്റവും തിരക്ക് കുറഞ്ഞ ഡോക്ടർ ആരാണെന്ന് ചോദിച്ചു. തൊണ്ടയുടെ ചികിത്സയിൽ തിരക്കില്ലാത്ത ഡോക്ടർ ഏതാണ്? സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ചെന്നിരിക്കണത്. അപ്പോൾ തിരക്കില്ലാത്ത ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇതൊന്ന് കാണിക്കാം. അപ്പോൾ അങ്ങനെ ഒരു തിരക്കില്ലാത്ത ഡോക്ടറിനെ കണ്ടുപിടിച്ചത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതെന്ത് പരിപാടി, ഇത് എത്ര ദിവസമായി ഇങ്ങനെയൊക്കെ പുള്ളി ചോദിക്കണ്ടേ. അപ്പോൾ അത് ഉടനെ ഡോക്ടർ പറഞ്ഞു, ഇത് FNACക്ക് വിടണമെന്ന് പറഞ്ഞു. FNAC എന്ന് പറഞ്ഞാൽ സാമ്പിൾ ടെസ്റ്റാണ്, ബയോപ്സി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അതിൻ്റെ അകത്തൊരു കഷ്ണം എടുത്തിട്ട് കുറച്ച് തന്മാത്രകൾ എടുത്തിട്ട് ടെസ്റ്റിന് വിടും. ടെസ്റ്റിന് വിട്ടിട്ട് ആ ടെസ്റ്റ് തിരിച്ചു വരുമ്പോൾ നേരത്തെ മാനസികമായി തകർന്നിരിക്കുന്ന ആൾ പിന്നെ അകാലമായിട്ട് പ്രസവിച്ച ആൾ പിന്നെ ഇപ്പം ഈ അസുഖം കൂടി വന്നപ്പോൾ അതിൻ്റെ അകത്ത് ക്യാൻസർ പോസിറ്റീവാണ്. ക്യാൻസർ പോസിറ്റീവ് ആകുമ്പോൾ എന്നിട്ട് ഇവർ പറയുന്നൊരു വാക്കുണ്ട്, എനിക്കൊന്നും തോന്നിയില്ലെന്ന്. എന്താ കാര്യം വെച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കാനും തോന്നിയില്ല. ഈ FNACക്ക് ടെസ്റ്റിന് വിടുമ്പോൾ, ബയോപ്സിക്ക് വിടുന്നവരെല്ലാവരും വന്ന് പ്രാർത്ഥിക്കത്തില്ലേ, സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കും. ഒടുങ്ങണി അങ്ങോട്ട് ഒടുങ്ങട്ടെ. കണ്ട, ഇതാണ് സാധനം, ഇതാണ് ഡിപ്രഷൻ എന്ന് പറയണത്. ഒടുങ്ങണി അങ്ങോട്ട് ഒടുങ്ങട്ടെ എന്ന് വിചാരിക്കുന്നത് അവർക്കൊന്നും തോന്നണില്ല. അപ്പോൾ ഇതാണ് ഡിപ്രഷൻ്റെ ഏറ്റവും കാര്യം. സ്വന്തം ലൈഫ് തന്നെ സിങ്കിങ് ആയിട്ട് അതിനിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു കൈയെടുത്ത് തുഴയാൻ വേണ്ടി പോലും സ്വന്തമായിട്ട് ഇച്ഛാശക്തി തോന്നാത്ത ഒരാൾ, അത്രയും ഡിപ്രഷനാണെന്ന് അർത്ഥം. മനസ്സ് വൈരാഗ്യവും വിദ്വേഷവും വേറെ, സങ്കടങ്ങളും കുടുംബപ്രശ്നങ്ങളുണ്ട്. ഇതുമൂലം ശരീരത്തിനുണ്ടായിരിക്കുന്ന രോഗങ്ങളും അതിൻ്റെ പീഡകളും വേറെ. അപ്പോഴിങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇവൾക്ക് തോന്നുന്നുണ്ട്, തനിക്കെന്ത് ഈ ഒരു അവസ്ഥയിൽ ആരെങ്കിലും തന്നെ ഒന്ന് നല്ലവണ്ണം ഉപദേശിക്കണത് നല്ലതാണെന്ന് അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നൽ ഇവക്കുണ്ടായി. ഇപ്പം ഇവളെ ഒരു റീന എന്നും പറഞ്ഞ് ഒരു ചേച്ചിനെ ഇവക്കറിയാം, ഇവളുടെ മനസ്സിലുള്ളതാണ്. കാരണം റീനയുടെ പ്രാർത്ഥനയും ജീവിത രീതിയും ഒക്കെ ഇവളെ മനസ്സിൽ. ഇപ്പോൾ ആരെങ്കിലും തങ്ങളെ ഉപദേശിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ വന്ന് പെട്ടുപോയ അവസ്ഥയിൽ എന്നെ ഒന്ന് കൈപിടിച്ച് കയറ്റാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് പറയുമ്പോൾ ഇവളുടെ മനസ്സിൽ വരുന്ന പേര് റീന എന്നുള്ള ഒരു സാധാരണ ഒരു വീട്ടമ്മ. ഈ റീന എടുത്ത് ചെന്ന് പറയും, ഇവിടെ താൻ എന്നെ ഒന്ന് ഉപദേശിക്കുക. കണ്ട, ഉപദേശത്തിൻ്റെ വിഷയം കണ്ട. അപ്പം ഒരേ വിഷയം പോണ ആ രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ റീനയോട് പറയും, ഇങ്ങനെയാണ് ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ക്യാൻസറാണ്, അതുപോലെ തന്നെ എനിക്ക് ഡിപ്രഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഉടനെ റീന ഇത് കേട്ട് പറഞ്ഞ്, നിനക്കൊരു ഡിപ്രഷനും ഇല്ലെന്ന് പറഞ്ഞു. ഒറ്റ വാക്ക്, നിനക്കൊരു ഡിപ്രഷനും ഇല്ല, നീ ഇന്ന് തന്നെ കൃപാസനത്തിൽ ചെല്ലേ, അമ്മ ബാക്കി തീരുമാനിക്കട്ടെന്ന് പറയും. ഒരു മനുഷ്യൻ്റെ ഒരു വിഷയം സോൾവ് ചെയ്യുന്ന രീതി കണ്ട. ഇപ്പോൾ റീനയെ സംബന്ധിച്ചിടത്തോളം ഫുൾ കൺവിൻസ്ഡ് അബൌട്ട് കൃപാസനത്തെക്കുറിച്ചും അതിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചും അവിടെ ചെന്നാൽ ആ കാലന്ന് കുത്തിയാൽ അമ്മ ഈ വിഷയത്തിൽ ഇടപെടുമെന്നുള്ളതിനെക്കുറിച്ച് റീനയ്ക്ക് നല്ല ബോധ്യമാണ്. തകർന്നടിഞ്ഞ് വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ ഒറ്റ വാക്ക് പറഞ്ഞിരുന്നു, നിനക്കൊരു ഡിപ്രഷനുമില്ല, ഒരു ചികിത്സയുമില്ല, ആ മരുന്നെല്ലാം കളാ, നീ കൃപാസനത്തിലല്ലേ, അമ്മ ഈ വിഷയത്തെ തീരുമാനിക്കുമെന്ന് പറയും. അതാണ് ബോധ്യം, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്.
ഇവർ അന്ന് വന്നില്ല, പിറ്റേ ദിവസം കൃപാസനത്തിൽ വരും. കൃപാസനത്തിൽ വന്ന് അവർ ഉടമ്പടി എടുക്കും. ഇവർ പറയണതേ, ഉടമ്പടിയുടെ ക്ലാസ് ഞാൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്രയും ദിവസം, നിങ്ങൾക്കറിയില്ല ഉടമ്പടി ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ. ഇപ്പോൾ എൻ്റെ ക്ലാസ് ആയാലും ജോമോളുടെ ക്ലാസ് ആയാലും ക്ലാസ് എന്ന് പറയുന്നത് റെക്കോർഡഡാണ്. റെക്കോർഡ് ചെയ്തിട്ട് നമ്മളവിടെ കേൾപ്പിക്കണതാണ്. എപ്പോഴും ഞങ്ങൾക്ക് അവിടെ പോയി ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴേ ഉടമ്പടി ക്ലാസ് കേട്ടപ്പോൾ തന്നെ എൻ്റെ വൈരാഗ്യം പോയി, എൻ്റെ വിദ്വേഷം പോയി, ഞാൻ ആകപ്പാടെ വിശുദ്ധീകരിച്ചതുപോലെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ഇത് അനേകം മക്കൾക്ക് സംഭവിക്കുന്നതാണ്. കാര്യം ഉടമ്പടിയുടെ ക്ലാസ്സിലാണ് കാര്യങ്ങളിരിക്കുന്നത്. അവിടെ പോയിരുന്നുണ്ട് കടമാമ്പോത്തിനെ പോലെ ഉറങ്ങുന്ന കക്ഷികളുണ്ട്. അതുങ്ങൾ ജീവിതകാലം മുഴുവൻ ഉറങ്ങുകയേ ഉള്ളൂ. പിന്നെ എനിക്ക് സന്തോഷമാണ്, 10 പത്രം ആൾക്കാരൊക്കെ കൊടുക്കുകയില്ല. ഉറങ്ങണവരാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ പത്രം കൊടുക്കേണ്ടി വരുമില്ല. കാര്യം പത്രത്തിലല്ലേ പരിശുദ്ധ അമ്മ എല്ലാ സംവിധാനം ചെയ്ത് വെച്ചിരിക്കണത്. ജനങ്ങളെ അറിയിക്കേണ്ടവരെ അറിയിക്കുന്നതും അറിയാത്തവരെ അറിയിക്കുന്നതും ആഴപ്പെടുത്തുന്നതും നിങ്ങളെ പ്രേക്ഷിതരാക്കുന്നതും എല്ലാം ഈ പത്രമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് പകുതി മുക്കാൽ അതിൻ്റെ അകത്തുള്ളത്. പിന്നെ എൻ്റെ ഇതുപോലുള്ള സംസാരങ്ങളോ വേറെ ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടാകത്തില്ല. കൃപാസനത്തിന് മിഷൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ മിഷൻ എപ്പോഴായാലും ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അനേകം ആൾക്കാരെയാണത് ജീവിതത്തിലേക്കും പൊതുജീവിതത്തിലേക്കും ഒക്കെ കൊണ്ടുവരണത്. അപ്പോൾ ഇത് ക്ലാസ് കേട്ടപ്പോൾ തന്നെ വൈപ്പായി. നിങ്ങൾക്കറിയാമല്ലോ, ഇത് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭാരങ്ങളെല്ലാം മാറുകയും വിദ്വേഷം മാറുകയും ഒക്കെ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടാകണം അതിൻ്റെ അകത്ത്. അതാണ് എൻ്റെ അകത്ത് വിഷയീകരിക്കണത്. കാര്യം തനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്, താനീ ചെയ്യണതൊന്നും ശരിയല്ല, ദൈവത്തിന് നിരക്കുന്നതല്ലെന്ന് സ്വയമായി ബോധ്യമൊക്കെയുണ്ട്. പക്ഷെ അവളോട് കാണിച്ചിരിക്കുന്നത് അനുസരിച്ചിട്ട് വൈരാഗ്യം ഒട്ടും മാറണമില്ല. അങ്ങനെ ഒരു പെട്ടിരിക്കുന്ന ആളെ അവൾ കാണിക്കുന്ന വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും ശരിയല്ലെന്നും അതൊക്കെ മാറേണ്ടതാണെന്നും അവൾക്കറിയാം. പക്ഷെ അവളോട് കാണിച്ചിരിക്കുന്ന വ്യക്തികൾ അതിനുള്ള കാരണങ്ങളില്ലാത്ത കൊണ്ടും മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന കാരണവും അവൾക്ക് അതിൽ നിന്ന് പിന്തിരിയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ഒരു കാണാത്ത കയറെ കെട്ടിയിട്ടുള്ള വിഷമസന്ധിയിൽ അങ്ങനെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്, അവിടെ ഇവളുടെ ഒരു ആത്മാർത്ഥത കാരണം ഈ ദൈവം ആദ്യമേ തന്നെ ഇൻസെൻറ്റീവ് എന്ന് പറയും. നമ്മൾ ഇൻസെൻറ്റീവ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഉടമ്പടിയിലെ ഒരു സംഭവമാണ്. ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസെൻറ്റീവ് ഒരു അച്ചാരം പോലെ ഒരു അഡ്വാൻസ് ഒരു നമ്മളുടെ നിന്നൊരു വ്യക്തിപരമായ താല്പര്യം എടുത്തു കഴിഞ്ഞാൽ, ഒരു 10% താല്പര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ക്രിസ്തുവിനുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ന് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആകർഷണ മേഖലയിൽ നിന്ന് പൂർണ്ണമായി വഴുതി പോയിട്ടില്ല, ഇപ്പോഴും ഒരു നോട്ട് പിടുത്തമുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഭാവിയിൽ നിങ്ങൾ ശരിയായി വരുമെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവം കണ്ണും പൂട്ടി ഒരു ബിസിനസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ബാങ്കുകാർ ലോൺ തരാൻ തയ്യാറാകും, അല്ലേ? ബാങ്കുകാരൊക്കെ ആ പ്രോജക്റ്റ് കറക്റ്റാണ്, അതിൻ്റെ എക്സ്പോർട്ട് നടക്കും, നിങ്ങൾക്കതിൻ്റെ മൊണോപ്പൊളി ഉണ്ട് എന്ന് ബാങ്കിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ഓടി എത്ര വേണമെങ്കിലും തരും, കോടിക്കണക്കിന് രൂപ തരും. അതുപോലെ ഓവർ ഡ്രാഫ്റ്റ് ദൈവവും തരും. നമ്മൾ രക്ഷപ്പെടുമെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവോയ്ഡ് ഓഫ് യുവർ മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ് ദൈവം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഭാവിയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്ന് ദൈവത്തിന് തോന്നിയാൽ നിങ്ങൾ പ്രോജക്റ്റ് ഇതിന് ഗ്രേസിൻ്റെ കൃപ മുടക്കാൻ പറ്റിയ ഒരു നല്ല സക്സസ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് നിങ്ങളെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. എന്നിത ടോമി ഒരു ടൈം കഴിയുമ്പോൾ കർത്താവിലേക്ക് പൂർണ്ണമായിട്ട് വരുമെന്ന് ദൈവത്തിന് അറിയാമല്ലോ.
അത് എപ്പോഴും എൻ്റെ മക്കളെ, ഉടമ്പടിയുടെ വിജയമെന്ന് പറയണത് നിങ്ങളുടെ ഓരോരോ കാലത്തെ വീട്, വിവാഹം, ജോലി, പഠനം, അതുപോലെ തന്നെ പരീക്ഷ, ആ ഒരു വിഷയം വെച്ചുകൊണ്ട് നിങ്ങൾ ഉടമ്പടിയെ സമീപിച്ചു. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവവുമില്ല, ആരും ഇല്ലാത്ത പോലെ ജീവിക്കുന്ന ഒരു രീതിയാണല്ലോ ചില ആൾക്കാരുടെ ഉള്ളത്. അതാണ് ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം. നിങ്ങൾ ആദ്യമേ ദൈവത്തെ ധരിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയും കവനൻ്റ് ഈസ് എൻ ഇൻ്റലിജൻ്റ് അഫെയർ എന്ന് പറയും. എന്നുവെച്ചാൽ എന്താ വെച്ചാൽ ബുദ്ധിപരമായൊരു നടപടിയാണ്. നിങ്ങൾ ദൈവത്തെ ധരിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിതൊരു മിനിമം പരിപാടിയല്ല. ഉടമ്പടി എന്നെ സംബന്ധിച്ചിടത്തോളം IELTS പാസ്സാകാനുള്ള ഒരു മിനിമം പരിപാടിയല്ല, വസ്തു വിൽക്കാൻ വേണ്ടിയുള്ള ഒരു മിനിമം പരിപാടിയല്ല, കല്യാണം ഒത്തുവരാൻ വേണ്ടിയുള്ള ചെറിയൊരു നടപടിക്രമമല്ല. എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള ബൃഹത്തായ ഒരു പരിപാടിയാണിതെന്ന് നിങ്ങൾ ദൈവത്തെ ധരിപ്പിക്കണം. പിടികിട്ടിയ? ഇത് ഭയങ്കര ബുദ്ധിപരമായിട്ട് ഇടപെടേണ്ട കാര്യം, ആദ്യമേ ചെയ്യേണ്ട കാര്യമാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ആദ്യമേ തന്നെ ദൈവത്തെ ധരിപ്പിക്കേണ്ട, കർത്താവേ, എൻ്റെ ഈ പരീക്ഷ കൊണ്ട് തീരണമല്ല നമ്മമ്മലുള്ള ജീവിതം, എൻ്റെ ഈ കാനഡയിൽ പോക്കുകൊണ്ട് തീരണതല്ല നമ്മമ്മലുള്ള ജീവിതം. ഞാൻ എവിടെ പോയാലും, ചില ആൾക്കാർ പറയത്തില്ലേ മരണം വരെ ഞാൻ ഉടമ്പടി ജീവിതം ജീവിക്കുമെന്ന്. ഇന്നിപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഉടമ്പടി ഒരു പ്രാർത്ഥനയല്ല, അതൊരു ജീവിത രീതിയാണെന്ന് മനസ്സിലായി. ജീവിത രീതി എന്നാണ് പറയണത്. ഉടമ്പടി ഒരു ജീവിത രീതി, സുവിശേഷവിഹിതമായ സാക്ഷി ജീവിതമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാൻ വേണ്ടി. അങ്ങനെ ദൈവത്തിന് ആദ്യമേ നമ്മളെക്കുറിച്ച് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇല്ലേ? നമ്മളെക്കുറിച്ച് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇപ്പം നമ്മളിവിടെ എവിടെയെങ്കിലുമൊക്കെ നമ്മളെ പരിചയമില്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയും നമ്മൾ ഇന്നയാളാണെന്ന് പറയത്തില്ലേ? ഞാൻ ഫാദർ ജോസഫ് വലിയ വീട്ടിലെ ആലപ്പുഴ രൂപതയുടെ ഒരു വൈദികനാണെന്ന് ഞാൻ ആദ്യം പറയും. കൃപാസനമൊക്കെ പിന്നെ പറയത്തുള്ളൂ. കാര്യം ഞാൻ എന്നെ രൂപതയിൽ എനിക്ക് പട്ടം തന്നിരിക്കണത്. അപ്പം ഞാൻ ആദ്യം അത് പറയും, ആലപ്പുഴ രൂപതയുടെ ഒരു വൈദികനാണെന്ന് പറയും. ബാക്കിയെല്ലാം ഫങ്ഷൻ മിഷനൊക്കെ കർത്താവ് തന്നതാണ്, പിന്നീട് കർത്താവ് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ അതാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയണത്. ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ, നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കറക്റ്റായിരിക്കണം. ഞാൻ ഇന്ന ആളാണ്, ഇന്ന ആളിൻ്റെ വൈഫാണ് അനിത ടോമി, എൻ്റെ വിഷയം ഇതാ, ഞാൻ ഇത് കഴിഞ്ഞാലും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും എന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിഷയം കുറച്ച് തീരും. കാര്യം എന്താ വെച്ചാൽ നീ ജീവിക്കുമെന്ന് പറഞ്ഞാൽ മതി. കാര്യം ദൈവത്തിന് അറിയാം നീ ജീവിക്കുകയില്ല എന്നുള്ളത്. അത് ദൈവത്തിന് അറിയാമല്ലോ. ദൈവത്തിൻ്റെ അടുത്ത് ഉടായ്പൊന്നും നടക്കത്തില്ല.